ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന പൊറോട്ടയാണ്. അപ്പോൾ പൊറോട്ട ഉണ്ടാക്കുന്ന അച്ചിയാണ് ഗൈസ്. സോ നമുക്ക് പൊറോട്ട ഉണ്ടാക്കുന്ന വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഒരു ഉരുളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മൾ 3 കോഴിമുട്ടയാണ് പൊട്ടിച്ച് വയ്ക്കുന്നത്. അപ്പം നമ്മളിവിടെ എടുക്കുന്ന പൊറോട്ട എന്ന് പറഞ്ഞാൽ മാവ് എടുക്കുന്ന 2 കിലോ ആണ്. അപ്പോൾ 2 കിലോ മാവിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് കൂട്ടാം. അപ്പോൾ നമുക്കടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇച്ചിരി സോഡാപ്പൊടിയും പഞ്ചസാരയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. സോഡാപ്പൊടി എടുക്കുന്ന വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി ഗൈസ്. നിങ്ങൾ ഉപ്പും കൂടി, നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്യണം. ഓരോ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ടും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന 2 കിലോ മാവിൻ്റെ പൊറോട്ടയാണ്. അപ്പം നമ്മൾ 2 കിലോ എടുക്കുമ്പോൾ നിങ്ങൾ എക്സ്ട്രാ ഇപ്പോൾ മാവ് വാങ്ങിക്കണം, 3 കിലോ ഒക്കെ വാങ്ങിക്കുന്നത് നല്ലതാണ് ഗൈസ്. അപ്പോൾ അടുത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഗൈസ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. അത് ഇപ്പോൾ നമ്മൾ 2 കിലോയുടെ ആണെങ്കിൽ ഇപ്പോൾ 2 കിലോ നമ്മൾ ഒരുമിച്ചിട്ട് കൊടുക്കരുത്. അത് നമ്മൾ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാവുള്ളൂ. അത് നമ്മൾ എല്ലാം മിക്സ് ചെയ്തിട്ട് അടുത്തത് ഇട്ട് കൊടുക്കാവുള്ളൂ. അപ്പോൾ നമ്മൾ കറക്റ്റ്, അല്ലെങ്കിൽ ഇപ്പം പൊടി കൂടിപ്പോവോ ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങളോട് ഇടാൻ പറഞ്ഞത്. ഇനി നമ്മൾ ബാക്കിയുള്ള മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. ഇതിൽ 2 പ്രാവശ്യമായിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ആദ്യം കുറച്ചിട്ടിട്ട് ബാക്കി പിന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഭയങ്കര ലൂസാവരുത്, എന്നാൽ ഭയങ്കര തിക്കും ആവരുത്. അങ്ങനെ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇത് കാണാം എങ്ങനെയാണ് അത് മിക്സ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് അത് വേണ്ടതെന്നൊക്കെ നിങ്ങൾക്കിത് കാണാം. ഓക്കെ ഗൈസ്, ഇപ്പം നമ്മൾ ആ പാത്രത്തിൽ നിന്ന് എടുത്തത് നമ്മുടെ ടൈലിൻ്റെ ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. കാരണം പാത്രത്തിൽ ഇട്ട് കുഴയ്ക്കുമ്പോൾ നമുക്ക് അത്ര ഇത് കിട്ടൂല. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് കുഴയ്ക്കാൻ വേണ്ടിയാണ് അങ്ങോട്ടിട്ട് നന്നായിട്ടത് കുഴയ്ക്കുക. നിങ്ങൾ എത്രത്തോളം കുഴയ്ക്കുന്നോ അത്രത്തോളം നമുക്ക് പൊറോട്ട ടേസ്റ്റ് കൂടും. അപ്പം നന്നായിട്ട് കുഴയ്ക്കുക ഗൈസ്. അപ്പോൾ നമ്മളിത് കുഴച്ച് എല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ അതിൻ്റെ ആ കുഴച്ചതിൻ്റെ ഇത് എണ്ണ ഊത്ത് വെക്കുകയാണ്. അപ്പം നിങ്ങളത് വെക്കുന്നതിന് മുമ്പ് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് അവിടെ വെക്കുന്നതിന് മുമ്പൊന്ന് ഇതാക്കണം. അതായത് എവിടെയാണോ നമ്മൾ വെക്കുന്നത് അവിടെ നമ്മൾ ഇതാക്കണം. അങ്ങനെ 1 മണിക്കൂറാണ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടത്. നമ്മൾ നനഞ്ഞ തുണിയിട്ടാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. തുണി ഒന്ന് നനച്ചിട്ട് ഇതാക്കിയാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടത് ഗൈസ്. അങ്ങനെ നമ്മളിത് 1 മണിക്കൂർ കഴിഞ്ഞ് എടുക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വന്നിട്ട് നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബോൾ പിടിക്കാം. അതിനായിട്ട് നമ്മൾ ഒരു കത്തി എടുത്തത് ഇച്ചിരി മാവ് മുറിച്ചെടുത്തു. എന്നിട്ട് നിങ്ങളിപ്പോൾ കാണുന്ന പോലെ ബോൾ പിടിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ വിരലുകൾക്ക് ഇങ്ങനെ ഇതാക്കിയാണ് ബോൾ പിടിക്കുന്നത്. എനിക്കിത് പറഞ്ഞുതരാം എങ്ങനെയാണെന്ന് അറിയത്തില്ല, സോറി. അപ്പോൾ അങ്ങനെ ഫുള്ള് പിടിച്ചിട്ട് നമുക്ക് കാണാം ഗൈസ്. അപ്പോൾ ഈ ബോൾ പിടിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരുന്നുണ്ട്. ഇതുപോലെയാണ് നിങ്ങൾ ബോൾ പിടിക്കേണ്ടത് ഗൈസ്. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ തുണിയിട്ട് തന്നെ 1/2 മണിക്കൂർ റെസ്റ്റിന് വെക്കണം ഗൈസ്. അപ്പോൾ ഇത് നമ്മൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ബോളെല്ലാം പിടിച്ച് വെച്ചത് നന്നായി ഇതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതെടുത്തിട്ട് നന്നായിട്ട് ഒന്ന് പരത്തി കൊടുക്കണം. പരത്തിയ ശേഷം ഇത് കാണുന്ന പോലെ തന്നെ ഗൈസ് നമ്മളത് വീശാണ് ഗൈസ്. അതായത് നമ്മൾ അത് റൗണ്ടായിട്ട് വേണം വീശാൻ, അല്ലാതെ നമ്മളിതാക്കരുത്. അത് നന്നായിട്ട് വീശിയെടുത്ത ശേഷം ഗൈസ്, അപ്പോൾ ഇത് കാണുന്ന പോലെ തന്നെ നിങ്ങൾ വീശിയെടുക്കണം. നമ്മളെടുത്തിട്ട് അടിച്ചാൽ ഇത് കറക്റ്റ് കിട്ടത്തില്ല. അത് വീശി തന്നെ നമ്മളെടുക്കണം. അപ്പോൾ ഇനി ഡാൽഡായും അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലും കൂടെ നമ്മൾ ഉരുക്കി മിക്സ് ചെയ്തിരുന്നു. അത് കാണിക്കാൻ മറന്നുപോയി ഗൈസ്, സോറി. അതും ഇച്ചിരി തിളയ്ക്കുക. അതുപോലെ തന്നെ നമ്മൾ മൈദപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇതാക്കി റൗണ്ട് പോലെ ഇതാക്കുക. അത് മടക്കിയ ശേഷം ഇത് കാണുന്ന പോലെ തന്നെ നിങ്ങൾ മടക്കിയ ശേഷം ഇതുപോലെ റൗണ്ട് പോലെ ആക്കുക.
ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാൻ വേണ്ടി ഒന്നുകൂടെ അതുപോലെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഗൈസ് അപ്പോൾ നമ്മളിത് എല്ലാം ഇതുപോലെ തന്നെ ചെയ്ത ശേഷം നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട. നമ്മൾ വെച്ച് അത് ആദ്യം ഏത് ആ ഒരു ഓർഡർ അനുസരിച്ച് നമ്മളങ്ങ് ഇത് അടിച്ചു പോയാൽ മതി. ഓക്കെ ഗൈസ് അപ്പോൾ നമ്മളിവിടെ പാത്രം വെച്ചിട്ടുണ്ട്. പൊറോട്ട ചൂടാനുള്ള പാത്രം നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മളതിൽ നിന്നൊരു ഇതെടുത്തിട്ട് നമ്മളിത് ഇതുപോലെ പരത്തുകയാണ്. നമ്മൾ പരത്തി ഇട്ട ശേഷം ഗൈസ് ഇത് ആദ്യം ഇട്ട ഒരു ഇതാണ്. അപ്പോൾ അതെടുത്തിട്ട് നമ്മളിതാ ഇതുപോലെ ഇത് പരത്തി ഇട്ട ശേഷം വേണം ഇതുപോലെ അടിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം ഗൈസ്. കാരണം നന്നായിട്ട് അടിക്കണം. ഗൈസ് നിങ്ങൾ ഇത് ഇതുപോലെ ലെയറായിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ നന്നായിട്ട് അടിക്കണം ഗൈസ്. ഇനി നമ്മൾ ഇത് ചൂടാൻ നേരം നമ്മൾ ഡാൽഡായും മിക്സ് അതിങ്ങനെ ആദ്യം ഒഴിക്കണം, പിന്നെ തിരിച്ചിട്ടിട്ട് അത് ഒഴിക്കണം. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് ഇത് ആയിക്കഴിയുമ്പം ഇതുപോലെ തന്നെ നന്നായിട്ട് നമ്മളിത് അടിക്കണം ഗൈസ്. നേരത്തെ അടിച്ച പോലെ തന്നെ നന്നായിട്ട് നമ്മളിത് അടിക്കണം ഗൈസ്. അങ്ങനെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ട വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഗൈസ്. നിങ്ങളപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ബൈ.